തലസ്ഥാന നഗരസഭയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഭരണമുണ്ടോ തലസ്ഥാന നഗരസഭയിൽ? ഈ ഭരണസ്തംഭനത്തിന് കാരണം എന്താണ്? ക്രിമിനൽ കേസ് പ്രതിയായ കൗൺസിലറെ സംരക്ഷിക്കുന്ന BJPയുടെ ഭരണസമിതിയുടെ ഇടപെടൽ തന്നെയാണ്. അത് അതിക്രമത്തിലാണ് കലാശിക്കുന്നത്. വ്യാപക പ്രതിഷേധമുയരുന്നു. കാപ്പ കേസ് പ്രതിയായ കൗൺസിലർ സുഗതനെ സംരക്ഷിക്കാനായി BJP നേതൃത്വം നടത്തുന്ന ഇടപെടലുകളാണ് നഗരഭരണത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. നൃപനുണ്ട് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം. നൃപൻ, എന്താണ് നൃപൻ തലസ്ഥാന നഗരസഭയിൽ സംഭവിക്കുന്നത്? ഒരു ക്രിമിനൽ കേസ് പ്രതിയെ സംരക്ഷിക്കുന്നതിന് ഭാഗമായിട്ട് BJP നടത്തുന്ന ഇടപെടലുകൾ ഈ നഗരസഭയെ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മനു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാപ്പ കേസിൽ 3 തവണ കാപ്പ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു പ്രതിക്കായി സുഗതന് വേണ്ടി നഗരഭരണം സ്തംഭിപ്പിക്കുകയാണോ? അതാണോ BJPക്ക് മുഖ്യം? മറിച്ച് മാലിന്യ സംസ്കരണവും പകർച്ചവ്യാധികളും അടക്കമുള്ള തെരുവുനായി പ്രശ്നങ്ങളടക്കം നഗരസഭയെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാണോ എന്ന ചോദ്യം തന്നെയാണ് പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്നത്. റിലേ സമരം, LDFന്റെ കൗൺസിലർമാരുടെ റിലേ സമരം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ഉണ്ടായ കയ്യാങ്കളിയെല്ലാം ഏവരും കണ്ടതാണ്. അതിനു മുമ്പ് തന്നെ മേയറുടെ അതിക്രമത്തിൽ പരിക്കേറ്റ കൗൺസിലർമാർ, LDF കൗൺസിലർമാർ വീൽചെയറിലും ആംബുലൻസിലുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിൽ 47 ദിവസത്തിന് ശേഷം ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് പങ്കെടുക്കാനെത്തിയത്. അതിൽ നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സുഗതന്റെ പ്രശ്നമായിരുന്നു. ഒപ്പം തന്നെ മണിക്കൂറുകളെടുത്ത് ചർച്ച ചെയ്യേണ്ട നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുടെ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഓടകൾ മാലിന്യം കൊണ്ട് നിറയുന്നത്, നഗരത്തിലെ വെള്ളക്കെട്ട്, മാലിന്യ പ്രശ്നങ്ങൾ, ഈ മാലിന്യം നീക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം കൗൺസിലർമാർക്ക് പറയാനുണ്ടായിരുന്നു. അതെല്ലാം ചർച്ച ചെയ്യേണ്ട നഗരസഭയാണ് കയ്യാങ്കളിയിൽ അലങ്കോലമാക്കുന്നത്. മാത്രമല്ല വനിതാ കൗൺസിലർമാരെ അടക്കം മർദ്ദിക്കുന്നു. പ്രധാനപ്പെട്ട കൗൺസിലർമാർ തന്നെ നേരിട്ടിറങ്ങി മർദ്ദനത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച എല്ലാവരും വിഷ്വൽ മീഡിയയിൽ നേരിട്ട് കണ്ടതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നു. കാരണം ജനാധിപത്യത്തിൽ ഒരിക്കലും കണ്ടിരിക്കാൻ കഴിയാത്ത നഗരസഭയിൽ BJP അധികാരത്തിലെത്തിച്ച ജനങ്ങൾ പോലും ഇക്കാര്യത്തിൽ ഒരു തരത്തിലും BJPയെ നീതീകരിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ തുടരുകയാണ്. നിയമപരമായ പോരാട്ടമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ നേരത്തെ തന്നെ മേയർ VV രാജേഷിൻ്റെ നഗരസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ മർദ്ദനത്തിൽ പരിക്കേറ്റവർ മ്യൂസിയം സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അവരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വനിതാ നേതാക്കൾ, കൗൺസിലർമാർ, മർദ്ദനമേറ്റ കൗൺസിലർമാർ മ്യൂസിയം സ്റ്റേഷനിൽ വീണ്ടും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അവർ തന്നെ നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. LDF ഇപ്പോൾ അടിയന്തരമായി ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെയും നേരിൽ കണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സെക്രട്ടറിയുമായും ഇത് സംബന്ധിച്ച പരാതി അറിയിച്ച് നേരിൽ കണ്ട് അടിയന്തരമായി സർക്കാരിൻ്റെ ഇടപെടലാണ് ആവശ്യപ്പെടുന്നത്. കാരണം തലസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖമാണ്. അവിടുത്തെ ഒരു നഗരസഭയിൽ ഭരണസംഭരമുണ്ടാകുന്നു. ഇതിൽ ഭരിക്കുന്ന കക്ഷി ഒരു കാപ്പ കേസ് പ്രതിക്ക് വേണ്ടി ഭരണത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് കേരളത്തിലൊരു സർക്കാർ ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെടണം എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് LDF ആവശ്യപ്പെടുന്നത്. പാർലമെൻ്ററി പാർട്ടി ലീഡർ SP ദീപകിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി അടക്കം കണ്ട് കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരസഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഭരണപ്രതിസന്ധി, ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതിൽ സർക്കാർ നേരിട്ട് ഇടപെടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നും നഗരസഭയ്ക്ക് മുന്നിലുള്ള LDF കൗൺസിലർമാരുടെ ചിട്ടയായ റിലേ സമരം മറ്റ് പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തുന്നത് പോലെയുള്ള ഒരു പ്രകടനപരമായ സമീപനം മാത്രമല്ല, ഇക്കാര്യങ്ങൾ ജനങ്ങളെ ഒപ്പം കൂട്ടി നഗരസഭയിലേക്ക് മാർച്ച് LDF സംഘടിപ്പിച്ചിരുന്നു. മാത്രമല്ല കത്ത് നൽകി നഗരസഭാ യോഗം ചേരണം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയങ്ങൾ ഉയർത്തിയാണ് LDF സമരം തുടരുന്നത്. LDFൻ്റെ സമരം, റിലേ സമരം ഇന്നും തുടരും. ശക്തമായ ആവശ്യമാണ് ഉയരുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്ന കാര്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ വകുപ്പ് സെക്രട്ടറിയും വ്യക്തമാക്കണം എന്നതാണ് LDF ആവശ്യപ്പെടുന്നത്. മനു, അല്ല, അവിടെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ KM ഷാജിയുടെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്നലെ എന്താണ് നഗരസഭയിൽ സംഭവിച്ചത്? KM ഷാജി മന്ത്രിയുടെ വീഡിയോ പ്രദർശിപ്പിച്ച് അതിനെ അഭിനന്ദിക്കുന്നു PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു അപൂർവമായ സാഹചര്യം കൂടി ഇന്നലെ നമ്മൾ നഗരസഭയിൽ കാണുകയാണ്. നൃപൻ, അതുകൂടി പറഞ്ഞു പോകേണ്ടതാണ് ഇതിൻ്റെ കൂടെ. തീർച്ചയായും. കാരണം നമ്മൾ നേരത്തെ ഈ നിയമസഭാ നടപടികൾ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ സമീപനത്തെ കേരളത്തിലെ BJP സംസ്ഥാന പ്രസിഡന്റ് സർക്കാരിനെ അഭിനന്ദിച്ചു. അങ്ങനെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ എടുത്ത സമീപനത്തെ
വികസനത്തിനൊപ്പം നിൽക്കുന്ന സർക്കാരാണ്. ഇത് ഒപ്പം തന്നെ നരേന്ദ്രമോദിയുടെ വികസന കാര്യങ്ങൾ കേരളത്തിൻ്റെ UDF സർക്കാരിന് മനസ്സിലായി, കഴിഞ്ഞ സർക്കാരിന് മനസ്സിലായില്ല, UDF സർക്കാരിന് മനസ്സിലായില്ല എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അഭിനന്ദിച്ചു. ഒപ്പം തന്നെയാണ് ഇപ്പോൾ നഗരസഭയും അതിൻ്റെ തുടർച്ചയായി VV രാജേഷ്, KM ഷാജി അഭിനന്ദിക്കുന്നുണ്ട്. കാരണം മോദിയുടെ ചിത്രങ്ങൾ അദ്ദേഹം ലൈഫ് പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ കേരളത്തിൽ നിന്ന് നികുതി പിരിവിലൂടെ പിരിച്ചെടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ തുക ഏറ്റവും അഭിമാനത്തോടെ നടപ്പിലാക്കിയൊരു പദ്ധതി, 6 ലക്ഷത്തിലധികം വീടുകൾ വെച്ച് നൽകുന്ന പദ്ധതിയിൽ പ്രധാനമന്ത്രി മോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ മുദ്രകൾ പതിപ്പിക്കുന്നതിൽ ഒരു തരത്തിലുള്ള തെറ്റുമില്ല എന്ന് പറഞ്ഞ KM ഷാജിയെ സ്വാഭാവികമായി BJP അഭിനന്ദിക്കും. അദ്ദേഹത്തിൻ്റെ കട്ടൗട്ടുകൾ ഉയർത്തി വേണമെങ്കിൽ മുദ്രാവാക്യം വിളിച്ച് BJP അവരെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. അതിൽ ഒരു സംശയവുമില്ല. കാരണം BJPയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനെ അത്ര കണ്ട് കേരളത്തിലെ UDF എന്തുകൊണ്ട് മനസ്സിലാക്കുന്നത്? നിഷ്കളങ്കമല്ല ഈ കാര്യങ്ങൾ. കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മറ്റുള്ളവരുമൊക്കെ തന്നെ ഈ KM ഷാജി അടക്കം കേന്ദ്രവുമായൊരു ഏറ്റുമുട്ടലിനില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ BJP അഭിനന്ദിച്ചില്ലെങ്കിൽ അതിൽ അതിശയമേ ഉള്ളൂ. അവർ നിയമപരമായ നടപടികളുടെ സാധ്യതകൾ ആലോചിക്കുന്നു, അതിലേക്ക് പോകാൻ പോകുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രിയടക്കം നേരിൽ കണ്ട് ഈ വിഷയങ്ങൾ ധരിപ്പിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ ആവശ്യപ്പെടാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മനു, അതുതന്നെയാണ് പാർലമെന്ററി പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള SP ദീപക് വ്യക്തമാക്കിയത്. അതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി അടുത്ത് റിലേ സമരം തുടരുന്നു, ഒപ്പം തന്നെ സർക്കാരിനെ സമീപിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ കോടതി നിയമപരമായി ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് അടിസ്ഥാനത്തിലാണ് അവസാനം BJP പ്രതിനിധികൾക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. അതിന് കോടതി തന്നെയാണ് ഇത് സംബന്ധിച്ച് നിയമപരമായ ആശ്രയം. അതിലേക്ക് ഈ പറഞ്ഞ പ്രതിപക്ഷം മുൻപോട്ട് പോവുകയാണ്. കേസുള്ള നടപടികളെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിലെ UDF ഒപ്പം തന്നെ LDF കൗൺസിലർമാർ മ്യൂസിയം സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടി ഉണ്ടാവും. ഈ കാര്യങ്ങളിൽ BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പ് ഇനി എന്താണ് കഴിഞ്ഞ ദിവസത്തെ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നത് എന്ന കാര്യം സുഗതനെ സംരക്ഷിക്കുന്ന സമീപനം തന്നെയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം നിലപാട് സ്വീകരിച്ചത്. അതും ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മനു, ശരി, ഓക്കെ, താങ്ക് യു നിർമ്മൻ. നിർമ്മനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇക്കാര്യങ്ങൾ സമഗ്രമായി തന്നെ നമ്മളോട് പങ്കുവച്ചത്.